മലയാളത്തിലെ മുതിർന്ന സംവിധായകരിൽ തന്റേതായ മേൽവിലാസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരാളാണ് കമൽ. 90കളിലെ തന്റെ ചിത്രങ്ങളുടെ മികവ് കൊണ്ട് അദ്ദേഹത്തെ എല്ലാ കാലവും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു. ദിലീപ്, ജയറാം ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളുമായി ഏറെ അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയായിരുന്നു കമൽ. ഇപ്പോഴിതാ മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ദിലീപിന്റെ കരിയറിലെ ആദ്യകാലത്തെ ചില സംഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് കമൽ. നേരത്തെ സിനിമയിൽ അഭിനേതാവുന്നതിന് മുൻപ് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി നോക്കിയിരുന്ന ആളായിരുന്നു ദിലീപ്. കമലിനൊപ്പം സംവിധാന സഹായിയായി നിരവധി ചിത്രങ്ങളിൽ ദിലീപ് പ്രവർത്തിച്ചിട്ടുണ്ട്. മിമിക്രിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയ ദിലീപിന്റെ മുൻഗാമിയായ ജയറാമിനെ കുറിച്ച് സംസാരിക്കവേ ആയിരുന്നു അദ്ദേഹം ദിലീപിന്റെ കാര്യം എടുത്തു പറഞ്ഞത്. ജയറാമും പാർവതിയും തമ്മിലുള്ള പ്രണയവും വിവാഹവും ഒക്കെയായിരുന്നു ചർച്ചാ വിഷയം. സിനിമാ സെറ്റിൽ നിന്നും പ്രണയത്തിലായ നിരവധി താരങ്ങളുണ്ട് എന്ന് കമൽ പറഞ്ഞു. ബിജു മേനോൻ, സംയുക്ത, ദിലീപ്, മഞ്ജു വാര്യർ എന്നിവർ അങ്ങനെയാണെന്ന് കമൽ പറയുന്നു. ഇതിനുശേഷമാണ് കമൽ ആദ്യമായി ദിലീപിനെ കണ്ടതിനെക്കുറിച്ച് സംസാരിച്ചത്. പൂക്കാലം വരവായി എന്ന സിനിമയുടെ സെറ്റിലേക്ക് ദിലീപിനെ കൂട്ടിക്കൊണ്ടുവന്നത് ജയറാമാണ്. അതാണ് നിമിത്തം എന്ന് പറയുന്നത്. ആ സിനിമയുടെ സെറ്റിൽ അന്ന് കാവ്യ മാധവനും ഉണ്ടായിരുന്നു. ബാലതാരമായി അഭിനയിച്ച കുട്ടികളിൽ ഒരാൾ കാവ്യയായിരുന്നു. ഇത് ഗോപാലകൃഷ്ണൻ ഇദ്ദേഹത്തെയും കമലിന്റെ അസിസ്റ്റന്റ് ആക്കണം എന്ന് ജയറാം പറഞ്ഞപ്പോൾ അടുത്ത സിനിമ മുതൽ നോക്കാം എന്ന് ഞാൻ മറുപടി നൽകി, കമൽ പറഞ്ഞു. പിന്നീട് ചെയ്ത വിഷ്ണുലോകം എന്ന ചിത്രത്തിന് വേണ്ടി ദിലീപിനെ വിളിച്ചു. രാവിലെ 10:30 മുൻപ് സെറ്റിൽ എത്തണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പറഞ്ഞ സമയത്തൊന്നും ദിലീപ് എത്തിയില്ല. അന്ന് രാത്രി വരെയും വരാതായതോടെ അയാൾ ഇനി വരില്ല എന്ന് കരുതി മറ്റൊരാളെ അസിസ്റ്റന്റിന്റെ സംഘത്തിൽ ചേർത്തു. പിറ്റേ ദിവസമാണ് ദിലീപ് ഓടിത്തളർന്ന അവശനായി ഒരു ബാഗുമായി സെറ്റിലെത്തിയത്, കമൽ വ്യക്തമാക്കി. കൃത്യനിഷ്ഠ പാലിക്കാത്ത ആളെ എങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കും എന്ന് ചോദിച്ച് ഞാൻ ദിലീപിനോട് ചൂടായി. ദിലീപ് മിമിക്രിക്കാരനാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇന്നലെ മിമിക്രി ഉണ്ടായിരുന്നു. ഷോ കഴിഞ്ഞ് വരാൻ നേരം വൈകി. രാത്രി ഒട്ടും ഉറങ്ങാതെ യാത്ര ചെയ്താണ് ഇതുവരെ എത്തിയത് എന്നൊക്കെ ദിലീപ് പറഞ്ഞു. അയാളുടെ ആ നിൽപ്പ് കണ്ട് സങ്കടം തോന്നിയെങ്കിലും ഒരാളെ കൂടെ ചേർക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നില്ല, കമൽ പറഞ്ഞു. സങ്കടത്തോടെ ദിലീപ് ആ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് കണ്ട് എനിക്ക് വിഷമം തോന്നി. ഒരാൾ കൂടെ അവസരം കൊടുക്കുമോ എന്ന് നിർമ്മാതാവ് സുരേഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതം മൂളി. ഉടനെ ദിലീപിനെ തിരിച്ചു വിളിച്ചു. അന്ന് അയാൾ ആ സ്റ്റെപ്പ് തിരിച്ചു കയറിയത് സിനിമയിലേക്കാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ആവുക എന്നതിനേക്കാൾ ദിലീപിന് അന്ന് തന്നെ നടനാകണമെന്നായിരുന്നു സ്വപ്നം, കമൽ കൂട്ടിച്ചേർത്തു.